ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും ജീവൻ നഷ്ടപ്പെട്ട ഓരോരുത്തർക്കും കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ. ഞാൻ ജനിച്ചു വളർന്ന പ്രദേശത്ത് മഴക്കാലമാകുമ്പോൾ ഉരുൾപൊട്ടുന്നത് വളരെ സ്വാഭാവികമായിരുന്നു. ചെറുപ്പത്തില് എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ വർഷവും ഉരുൾപൊട്ടുന്നതെന്നും പുഴ കവിഞ്ഞൊഴുകി ഒരു പറ്റം മനുഷ്യര് മരിക്കുന്നതെന്നും ഇടയ്ക്കൊക്കെ ഞാൻ സംശയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസം മാത്രമാണ് എന്ന മട്ടില് വാർത്തകളും അധ്യാപകരുമൊക്കെ സംസാരിച്ചപ്പോൾ ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം തിരക്കി പോകാൻ ഞാൻ തുനിഞ്ഞില്ല. അങ്ങനെയിരിക്കെ 2011 പശ്ചിമഘട്ടത്തിലെ ചില അപകട സാധ്യത നിലനിൽക്കുന്ന അശാസ്ത്രീയമായ കൃഷിരീതികളും കെട്ടിടങ്ങളും ഖനനവുമൊക്കെ സ്ഥിതി ചെയ്യുന്ന ചില പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി വെസ്റ്റേൺ ഗട്ട്സ് ഇക്കോളജി എക്സ്പെർട്ട് പാനലിന് വേണ്ടിയിട്ട് മാധവ് ഗാഡ്ഗിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ എക്കോളജി സെൻസിറ്റീവ് ഏരിയ അല്ലെങ്കിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്നൊരു വിഭാഗത്തെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. അപകട സാധ്യതകളെയും പ്രകൃതി ചൂഷണങ്ങളെയും ഒക്കെ മുൻനിർത്തി 3ആയി ഭാഗിച്ച ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നമുക്ക് മുൻപിൽ മാധവ് ഗാഡ്ഗിൽ നിരത്തിയപ്പോൾ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് തിരിച്ചറിയാനോ കർഷകരോട് അത് പറഞ്ഞ് മനസ്സിലാക്കാനോ ശ്രമിക്കാതെ രാഷ്ട്രീയക്കാരും മതനേതാക്കന്മാരും ചില ലോബികളുമൊക്കെ ചേർന്ന് അവരുടെ കണ്ണിൽ പൊടിവാരിയെറിഞ്ഞ് ജനരോക്ഷം ഇളക്കിവിട്ടു. അന്ന് 4 വോട്ടിനും പിന്തുണയ്ക്കും വേണ്ടിയിട്ട് 10-12 വർഷങ്ങൾക്കപ്പുറം ഇക്കൂട്ടര് ബലിയാടാക്കിയത് 100 കണക്കിന് മനുഷ്യരെയാണ്. നാളെ കേരളം വീണ്ടും തലയുയർത്തും. എല്ലാ പ്രതിസന്ധികളെയും ഒറ്റക്കെട്ടായി നേരിട്ട് വീണ്ടും ലോകത്തിന് മുൻപിൽ മാതൃകയാകും. പക്ഷെ അപ്പോഴേക്കും ഇതൊക്കെ നമ്മൾ വീണ്ടും മറക്കും. വീണ്ടും ഒരു ദുരന്തം സംഭവിക്കുന്ന നാൾ വരെ, നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ടവര് മരിച്ചു വീഴുന്നതുവരെ എല്ലാവരും എല്ലാം മറക്കും. അതുകൊണ്ട് തന്നെ ഇത് പറയേണ്ട സാഹചര്യം ഇത് തന്നെയാണ്. ഇടുക്കിയിലെ മുല്ലപ്പെരിയാറിന്റെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ 1ന്റെയും അവയിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയാനകമായ അപകട സാധ്യതകളെയും ഗവൺമെന്റും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും അവിടെ താമസിക്കുന്ന ജനങ്ങളും തിരിച്ചറിയണം. മാധവ് ഗാഡ്ഗിൽ ശുപാർശ ചെയ്ത കാര്യങ്ങളെ അടിയന്തരമായി മുൻനിർത്തി മനുഷ്യജീവനും പ്രകൃതിക്കും നല്ലൊരു നാളേക്കും വേണ്ടിയിട്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കേരളം ഒറ്റക്കെട്ടായി നിൽക്കണം. 2018-ലും 2020-ലും ഈ കഴിഞ്ഞ ദിവസവുമൊക്കെ കേരളത്തിൽ നടന്ന പ്രകൃതി ദുരന്തങ്ങൾ ഇനിയൊരിക്കലും സംഭവിക്കരുത്. മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം മനുഷ്യരായിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ ദുരന്തവും നമ്മൾ തരണം ചെയ്യും.